പോന്ന വണ്ടി കയറി അങ്ങ് പോവാണ്. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ രണ്ടുപേരുടെയും വെഡിങ് റിങ് 2 പ്രാവശ്യമാണ് മിസ് ചെയ്തത്. ഈ അനൗൺസ്മെന്റും നിങ്ങൾക്കായിട്ട് 2025 വരുന്നുണ്ട്. ഗസ് ചെയ്തിട്ട് പറയാൻ പറ്റുമെങ്കിലും ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ എന്നെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നത് ഷീ ആണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും അച്ഛനും കൂടി അച്ഛൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഇന്ന് ഞാനും അച്ചായും കൂടി ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങാണ്. ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ്. വർഷം പോയൊരു ബോക്കെ. ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് അച്ചാടെ കൂടെ പോകുന്നത്. എപ്പോഴും ലെവക്കുട്ടനായിട്ട് ബാക്കിലാണല്ലോ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഫ്രണ്ടിൽ കാണും, ഡാഡിയോ മമ്മിയോ ഒക്കെ. അല്ലെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണേ. അപ്പം ഞാൻ പറയാൻ വന്നത്, വർഷം പോയൊരു പോക്കെ. 10 വർഷം. അച്ചു എന്താണ് ഓന്ന്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉള്ള ഗിഫ്റ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രൈസ്ലെസ് ഗിഫ്റ്റുകളാണ് ഈ പ്രാവശ്യം കൊടുക്കുന്നത്. അപ്പം അത് എന്താ പറയുക, നമ്മൾ ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയത്തില്ല, അതുപോലെ ചില കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പാടില്ല. പിന്നീട് ആ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ ക്രിസ്മസിന് ഈ പ്രാവശ്യം അക്കയ്ക്കും ഈ പറഞ്ഞ പോലെ റേച്ചാനും നമ്മുടെ കുട്ടി പട്ടാളത്തിനൊക്കെ നമ്മൾ അവരവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അക്കയ്ക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അക്കയ്ക്ക് ഹെയർ കട്ട് വേണമെന്ന് പറഞ്ഞു. റേച്ചാൻ ഈ പറഞ്ഞതുപോലെ ജാക്കറ്റ്, ഷൂ, അങ്ങനെ പിള്ളേർക്കാണെങ്കിൽ ടോയ്സും, അങ്ങനെ ഇച്ചുമണിയുടെ കുറേ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അവർക്കുള്ള ഇഷ്ടമുള്ള ഗിഫ്റ്റുകൾ എന്താണോ അത് നമുക്ക് കൊടുക്കാം, സർപ്രൈസ് ഒന്നുമില്ല. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ക്രിസ്മസിന്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറിയും ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്മസ് പ്രോഗ്രാംസ് ഒരുപാടുണ്ട്. 28th പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രണ്ടുപേരും കൂടെ ഒന്ന് കുട്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതിന് ശേഷം കുട്ടി പട്ടാളത്തിൻ്റെ കൂടെ നമുക്ക് വിൻ്റർ വണ്ടർലയൊക്കെ ഒന്ന് പോകണം. അത് കൂടാതെ ശേഖർജിയുടെ കൂടെ ഒരു ഫോട്ടോഷൂട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് ഷീ ആണ്. ഷീ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വർക്ക് ചെയ്യുന്നത്. ഒരുപാട് വർക്കുകൾ ഞാൻ ഷീയുടെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിതുവരെ ഷീയുടെ ഒരു എന്താ പറയുക മേക്കപ്പും കാര്യങ്ങളും ഒന്നും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കോസ്റ്റ്യൂംസ് എല്ലാം നമുക്ക് തരുന്നത് 9 ബുട്ടീക്കുമാണ്. ശേഖറിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എൻ്റെ മിക്ക ഷൂട്ടിലും ശേഖർജിയാണ് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പം നമ്മുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഞങ്ങൾ ഡേറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിട്ടിരിക്കുക. എൻ്റെ ഷെങ്കൻ വിസയ്ക്കും ഏകദേശം തീരുമാനം ആയിട്ടുണ്ട്. 28ാം തീയതി വരെയുള്ള ഡേറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രിപ്പുകളെല്ലാം പോയി തീർത്തു. അക്കയും കുട്ടി പട്ടാളമൊക്കെ ഇന്നലെ എത്തി. അപ്പം ഞെട്ടിക്കുന്ന ഒരു കുട്ടി സർപ്രൈസാണ് ഈ പ്രാവശ്യം വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കാൻ വന്നത്. 10 വർഷമായില്ലേ, അപ്പം അതിനെന്തെങ്കിലും ഞെട്ടിക്കണ്ടേ. ഇത്രയും വർഷമായിട്ട് ഞെട്ടി തന്നെ ഇരിക്കുകയാണ്. നല്ല ബ്ലോക്കാണ് ഗൈസ്. നോക്കും, നമ്മളൊരു ഷോർട്ട് കട്ട് റോഡിലാണ് വന്നത്. അതും ഇപ്പോൾ ഭയങ്കര തിരക്കായിട്ടിരിക്കുകയാണ്. കാറൊന്ന് വാഷ് ചെയ്യണം അച്ചുവിന്. എനിക്ക് ഷോപ്പിങ്ങിലേക്ക് കയറുന്ന സമയത്ത് അച്ചു ആ പരിപാടികളൊക്കെ തീർക്കും. അവിടെ കുട്ടി പട്ടാളവും ലെവിക്കുട്ടനും റയിച്ചാനും ഒക്കെ എന്തായോ ഇല്ലയോ എന്നറിയത്തില്ല. ഒക്കെ ഇങ്ങനെ പെതുക്കെ പിച്ച വെച്ച് നടന്നു വരുന്നുണ്ട്. സോ നമ്മുടെ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ എല്ലാം അടുത്തടുത്താണ്. റൂമായാലും കിച്ചൺ ആയാലും ടോയ്ലറ്റ് ആണെങ്കിലും ഒക്കെ. അക്കയുടെ ആണെന്നുണ്ടെങ്കിൽ മുകളിലാണ് 3 ബെഡ്റൂമും പിന്നെ താഴെയാണ് കിച്ചൻ്റെ സൈഡിലാണ് ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ അക്കയ്ക്ക് കുറേ നടക്കാനുണ്ട്. ഇതാകുമ്പോൾ അക്കയ്ക്ക് ഇങ്ങനെ പിടിച്ച് ഇച്ചിരിയും കൂടി ഫാസ്റ്റായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. പ്രാർത്ഥിച്ച എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ശേഖർജിയുടെ കൂടെയുള്ള ഫോട്ടോഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് കാണാം. ഓക്കെ. കഴിഞ്ഞ 1-2 വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നേരത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ലെവിക്കുട്ടൻ വന്നതിന് ശേഷം ചേച്ചിക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും വലിയ മാറ്റമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും അങ്ങോട്ട് സമയം തികയുന്നില്ല. ഈ വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തതാണ്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ. പിന്നെ ഏറ്റവും വലിയ ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്യാറില്ല.
പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞിട്ടങ്ങ് വരും. അല്ലെങ്കിൽ ഞാൻ കുറേ ദൂരമൊക്കെ നടന്ന് അങ്ങനെ എല്ലായിടവും ചുറ്റിക്കറങ്ങി റിലാക്സ് ചെയ്തിട്ടായിരുന്നു ചെയ്യുന്നത്. ഇപ്പം റിലാക്സ് ചെയ്ത് ഷോപ്പിംഗ് ചെയ്യാനുള്ള സമയമില്ല. അത്രയൊക്കെയാണ് വ്യത്യാസങ്ങൾ. എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒരുപാട് പേര് പിന്നെ എൻ്റെ പ്രഗ്നൻസി ജേർണിയെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ അക്കയ്ക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് ഹെയർ കട്ടാണ് കൊടുത്തത്. അതിനുശേഷം ഞങ്ങൾ നെക്സ്റ്റ് ഡേ റെഡി ആയിട്ട് വന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ശേഖറും ഷീയും ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാണ്. ഞങ്ങൾ അവിടുന്ന് നേരെ വന്നത് വിൻ്റർ വണ്ടർലാൻഡിലേക്കാണ്. അക്ക ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം സർജറി കഴിഞ്ഞതിന് ശേഷം നടക്കുന്നത്. ഇത്രയും ദൂരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടി നമുക്കവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. വീൽ ചെയർ ഞങ്ങൾ എടുത്തില്ല. ഒക്കെ പറഞ്ഞു എടുക്കണ്ട, ഞാൻ ജസ്റ്റ് നടന്ന് നോക്കട്ടെ. അക്കയ്ക്ക് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു ജനുവരി 15. അപ്പോൾ അക്ക തന്നെയാണ് പറഞ്ഞത് ഞാൻ ആദ്യം ഒന്ന് ചെറുതായിട്ട് നടന്ന് നോക്കട്ടെ എന്ന്. പിന്നെ നടന്ന് എനിക്കറിയില്ല, ഒരു 2-3 കിലോമീറ്ററൊക്കെ അന്നത്തെ ദിവസം നടന്നു. അതുകൊണ്ടായിരിക്കും അക്കയ്ക്ക് ജനുവരി 15 തന്നെ ഡ്യൂട്ടിക്ക് കയറാൻ പറ്റിയത്. പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരുപാട് മലയാളി കുട്ടികളെ നമ്മൾ കണ്ടു. മലയാളി കുട്ടികൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ റീൽസ് കാണുന്ന പല ലാംഗ്വേജിലുള്ള ആൾക്കാർ ലെവിക്കുട്ടിനെ വന്ന് കെട്ടിപ്പിടിച്ചെടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ ഫുള്ള് കറങ്ങുന്നതിൻ്റെ മുമ്പേ ഞങ്ങൾ നേരെ സർക്കസിൽ വന്ന് കയറി. കാരണം ഞങ്ങളുടെ ടൈം സ്ലോട്ട് കറക്റ്റ് ടൈമിങ്ങിനാണ് ഒക്കെ നടന്നെത്തിയത്. ഇത് എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള സർക്കസ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 10% പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ ഞാൻ ഒരുപാട് സർക്കസ് കണ്ടതുകൊണ്ടായിരിക്കാം പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ആ ഒരു റിങ്ങിൽ കിടന്ന് കറങ്ങാൻ നേരത്ത് ആ ഗ്യാപ്പിലൂടെ ആ സ്കൂട്ടറൊക്കെ ഓടിക്കുന്നുണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി. ദൈവം എത്ര ബാലൻസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ഞാനിങ്ങനെ കരുതുമായിരുന്നു. എന്തായാലും എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പിള്ളേർ ശരിക്കും എൻജോയ് ചെയ്ത്. ഇവിടെ ഷീമോൻ തെറ്റിയിരിക്കുകയാണ്. അതിന് ലെവിക്കുട്ടനാണ് സമാധാനിപ്പിക്കുന്നത്. അതിനുശേഷം റീച്ചൻ്റെ കുറേ അഭ്യാസങ്ങളൊക്കെ ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ 2ആയിട്ട് സ്പ്ലിറ്റായി. ഞാനും അക്കയും ലെവിക്കുട്ടനും കൂടി നേരെ ഷവർമ്മ കടയിലേക്ക് വന്നു. റീച്ചാനും അച്ചുവും പിള്ളേരും എല്ലാവരും കൂടെ ഏതൊക്കെയോ റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങളിങ്ങനെ ഷവർമ്മയൊക്കെ കഴിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മലയാളി ഫാമിലി ഞങ്ങളെ കണ്ടു. അവർക്കും ഒരു വാവയുണ്ട്. ലെവിക്കുട്ടിനെ കണ്ടു വർത്താനമൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവർ രണ്ടുപേരും പിന്നെയും വരുന്നു, കയ്യിലൊരു പൊതിയായിട്ട്. വേറെ ഒന്നുമല്ല, ലെവിക്കുട്ടിന് ഒരു ക്യൂട്ട് ഗിഫ്റ്റായിരുന്നു അത്. ഒരു കുട്ടി ആനക്കുട്ടിയും കൊണ്ടാണ് വന്നത്, ഒരു ബ്ലൂ കളറ്. പിന്നെ ഞങ്ങൾ ഒരുപാട് ആളുകളെ കണ്ടു കേട്ടോ. എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ് ക്രിസ്മസ്. അപ്പോൾ ഞങ്ങൾ 24-നാണ് ഇവിടെ വന്നത്. അപ്പോൾ എല്ലാവരെയും കണ്ട് എല്ലാവരോടും അഡ്വാൻസ് ക്രിസ്മസ് വിഷസൊക്കെ അറിയിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ വിൻ്റർ വണ്ടർലൈനിലൊക്കെ പോയി ഞങ്ങൾ ഇപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ. ഷീമോന് വണ്ടിക്കകത്തുണ്ട്. എല്ലാവരും വീട്ടിനകത്തോട്ട് കയറി. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും അടിച്ചു പൊളിക്കുക. ഒരു വർഷം കൂടെ നമുക്ക് എല്ലാവർക്കും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ബാക്കി അറിയിച്ചാനും പിള്ളേരൊക്കെ ഒരുമിച്ച് അങ്ങനെ മമ്മിയും ഡാഡിയും എവിടെയോ ഒരു ട്രിപ്പിന് പോയിരിക്കുകയാണ്. അപ്പം അവരെ രാവിലെ വിളിക്കാം. ഇന്ന് ഞങ്ങളെല്ലാവരും സൂപ്പർ ഡൂപ്പർ ടയർഡാണ്. നാളെ നമ്മൾ ക്രിസ്മസ് ആയിട്ട് പോകാൻ പോകുന്നത് ജിതിൻ ജിഷയുടെ വീട്ടിലേക്കാണ്. സോ ബ്രെക്സ്ലിയോൺസി. സോ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പം ഇന്ന് ഇച്ചിരി ലേറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ രാവിലെയും ലേറ്റായിട്ടായിരിക്കും എണീക്കുന്നത്. പള്ളിയിലൊക്കെ ഞങ്ങൾ ഞായറാഴ്ച പോയപ്പോഴേ പറഞ്ഞു ഹിൽ സോങ് ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സുഖിച്ച് ഉറങ്ങി രാവിലെ നല്ല അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ ജിതിൻ ജിഷയുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ്, ടേക്ക് കെയർ. രാവിലെ ആയപ്പോൾ ഉണ്ട് ഞങ്ങളുടെ ഡോറിൻ്റെ അവിടെ ഒരു ഗിഫ്റ്റ് വന്ന് കിടക്കുന്നു. തലേദിവസം വന്നതാണ് നമ്മുടെ ഫോക്കസ് മീഡിയയുടെ. ഞങ്ങൾക്കൊരു ചെറിയ കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനും പറ്റിയില്ല. നെക്സ്റ്റ് ഡേ രാവിലെ വൈകി എണീച്ചതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, റെഡിയായി. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ തന്നെ ഞങ്ങൾ ജിതിൻ്റെ വീട്ടിലെത്തി. ഇവിടെ 3 മണിയാകുമ്പോഴത്തേക്ക് ഇരുട്ടാകുമല്ലോ. ഇത് നമ്മൾ ഡിസംബറിൽ എടുത്ത എപ്പിസോഡാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ ഞങ്ങളെ വെയിറ്റ് ചെയ്തവർ ലഞ്ചിന് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയത്. നല്ല ട്രാഫിക് ആയിരുന്നു. ലഞ്ചിന് ജിതിൻ്റെ വകയുള്ള സ്പെഷ്യൽ ഫ്രൈഡ് റൈസും ബീഫും ചിക്കൻ കറിയായിരുന്നു. ഈവനിങ് പുറത്തു നിന്നാണ് ഒരു ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കാരണം നാളെ ജിതിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. ജിഷയും പിള്ളേരും കൂടെ ചേർന്ന് ഒരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു ജിതിന് വേണ്ടി ബർത്ത്ഡേക്ക് കൊടുത്തത്. യോ ഗൈസ്, അങ്ങനെ അടിപൊളി ഒരു ക്രിസ്മസ് ഞങ്ങൾ ജിതിൻ ജിഷയുടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടി ഇന്നുണ്ടായിരുന്നു. ജിതിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ജിതിൻ. താങ്ക് യു. ഹായ് ജോന. Hello. ഹായ് ആദം. Hi.
ജിഷ ദാണ്ട് അക്കനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ജിഷ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഗ്രാൻഡ് ഫീസ്റ്റ്. ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകുന്നത് നമ്മളിപ്പം കുക്കുവിന്റെ വീട്ടിലേക്കാണ്. സോ കുക്കു പ്രഗ്നന്റ് ആയിരുന്നപ്പോഴാണ് നമ്മളിവിടെ കണ്ടത്. കുക്കുവിന്റെ ഡെലിവറി നാട്ടിൽ നിലമ്പൂർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ കുക്കും ജിബിനും കുഞ്ഞു ബേബിയും കൂടെ തിരിച്ച് UK എത്തിയിട്ടുണ്ട്. നമ്മൾ അവരെ കാണാൻ പോവുകയാണ്. ഏത് കുഞ്ഞുമാവെ കാണാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ക്രിസ്മസ് ഞങ്ങൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു. ഫാമിലി ഒത്തും ജിതിൻ ജിഷയുടെ കൂടെയും ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റി. ന്യൂ ഇയർ പരിപാടികൾ എന്താണെന്നും അറിയിക്കുക. അപ്പോൾ ഞാൻ വണ്ടിയിലേക്ക് കയറട്ടെ, നമുക്കിനി കുഞ്ഞു ബേബിയെ കാണാം. അവിടുന്ന് ഒരു 10-12 മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ കുക്കുവിൻ്റെ വീട്ടിലേക്ക് എത്താൻ. അക്ക വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല, കാരണം അവൾക്ക് പിന്നെയും സ്റ്റെപ്പൊക്കെ കയറണ്ട എന്ന് കരുതിയിട്ട് കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ കാറിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നു. അങ്ങനെ ദേ കുക്കു ഞങ്ങൾക്ക് വേണ്ടി നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പഴംപൊരി ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, പക്ഷെ നല്ല ടേസ്റ്റുമായിരുന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പലഹാരവും കുക്കു അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ നല്ല കിടുക്കാച്ചി ചായയും കുടിച്ചു. മമ്മിയും ഡാഡിയും കുക്കുവിൻ്റെ കയ്യിലാണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾക്കുള്ള ഗിഫ്റ്റ് കൊടുത്തു വിടുന്നത്. അതിനകത്തൊരു സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാമേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അവിടുന്ന് 28 രാവിലെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ടിഫിൻ ബോക്സിലേക്കാണ്. അവിടെയായിരുന്നു ക്രിസ്മസ് പ്രോഗ്രാം ജിംഗിൾ മിംഗിൾ. അപ്പോൾ ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയും ഞങ്ങൾക്ക് വേണ്ടി അവരൊരു സർപ്രൈസ് കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1.5 ക്രിസ്മസ് സദ്യ തന്നെയായിരുന്നു ഷെഫ് ജോമോൻ്റെ, പറയാനൊന്നുമേ ഇല്ല. ഞങ്ങൾ കഴിച്ച ഓരോ വിഭവങ്ങളും അത് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ടേസ്റ്റോട് കൂടിയായിരുന്നു. ഞങ്ങൾ ലാസ്റ്റാണ് ഇരുന്നത്. അതിനുശേഷം ഷെഫ് ജോമോനും അവരുടെ സ്റ്റാഫ് എല്ലാവരും കൂടെ ചേർന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെയും കൂടെ ഒന്ന് കവർ ചെയ്തതേ ഉള്ളൂ. എപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ അല്ലേ എടുക്കുന്നത്. ഇവരൊക്കെ ആയിരുന്നു അതിൻ്റെ ബിഹൈൻഡിൽ പ്രവർത്തിച്ച ആളുകൾ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് മുകളിലേക്ക് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്നായിരുന്നു കേക്ക് കട്ടിങ് എല്ലാം അവരെ സെറ്റ് ചെയ്തത്. അച്ചു ലെവിക്കുട്ടൻ വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിലും അതുപോലെ തന്നെ വീഡിയോയ്ക്കൊക്കെ നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതുവരെ ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണത്. പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് സഹകരിക്കുന്നുണ്ട്. എന്നാലും സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ലോങ് ടൈം നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. എല്ലാവരും ചോദിക്കാറുണ്ട്. ചില ആൾക്കാരൊക്കെ പറയുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ല, പക്ഷേ സ്ക്രീനിൽ ഉണ്ടാവുമല്ലോ അവർ ഫുൾ ടൈം. പക്ഷേ റോണി അങ്ങനെയല്ല. റോണി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് എൻ്റെ കൂടെ ഫോട്ടോയ്ക്കും അതുപോലെ തന്നെ വീഡിയോയ്ക്കും നിൽക്കാറുള്ളത്. പിന്നെ എല്ലാവരുടെ കൂടെ കൂടുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. ഭയങ്കര ഇഷ്ടമാണത്. പക്ഷേ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മടിയാണ്. എന്തായാലും ഞങ്ങളുടെ ആ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി ആളുകളുടെ ഫ്രണ്ടിൽ നിന്ന്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത്. നെക്സ്റ്റ് ഡേ ആണെങ്കിലും തലേദിവസം രാത്രി നല്ല ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. പ്ലാൻ മേക്കേഴ്സിനാണ് ഇതിൻ്റെ ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടത്. കാരണം ഞങ്ങൾക്ക് കിട്ടാൻ വരുന്നതിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയായിരുന്നു ഈ ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ അങ്ങനെയുള്ളൊരു സർപ്രൈസ്. അതിനുശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. 2 വണ്ടിക്ക് വന്നത് കൊണ്ട് തന്നെ അച്ഛനും പിള്ളേരും ആ വണ്ടിക്കും പോയി. ഞങ്ങൾ 3 പേരും, അതായത് ഞാൻ ലെവിക്കുണ്ടും അക്കായും ഈ വണ്ടിക്കാണ്. അങ്ങനെ ഷെഫ് ചോമോനോട് എപ്പോഴും ഹായ് ബൈ നമ്മൾ ഫോണിൽ കൂടെ പറയാറുള്ളൂ. അപ്പോൾ വിശേഷമൊക്കെ പറഞ്ഞ് തീർത്തതിന് ശേഷമാണ് ഞങ്ങൾ ലെസ്റ്ററിലേക്ക് വിട്ടത്. പ്രൈസ് ഗോഡ്. അങ്ങനെ ആനിവേഴ്സറി ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഉസ്താദ് ഹോട്ടലിൽ. റേച്ചൻ ഇന്ന് ഓൾറെഡി ജോലിയുണ്ട്. റേച്ചനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആനിവേഴ്സറി ഗിഫ്റ്റ് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു മമ്മിയുടെ. ഞങ്ങളുടെ വെഡ്ഡിങ് റിങ്ങും മിസ് ചെയ്തിട്ട് ഒരുപാട് നാളായി കേട്ടോ. അപ്പോൾ മമ്മി വെഡ്ഡിങ് റിങ്ങും അത് കൂടാതെ മറ്റേ കല്ലുകളൊക്കെ ഉള്ള മോതിരം എനിക്കും അച്ഛനും കൊടുത്തു വിട്ടു. അച്ഛൻ്റെ വകയുള്ള പ്രൈസ്ലെസ് ഗിഫ്റ്റ്. അത് ഞാൻ ഈ വ്ളോഗിൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഉസ്താദ് ഹോട്ടലിൽ നമ്മുടെ പ്രസന്റ് ചേച്ചി സാബുച്ചാനും സനത്തും റീനിലും സനക്കുട്ടനും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ലഞ്ച് കഴിക്കാൻ റെനിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. റെനി എനിക്കൊന്ന് ജോലിയുടെ തിരക്കാന്ന്. അപ്പം പ്രസന്റ് ചേച്ചിക്ക് സാബുച്ചാനും ജോലി ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ പെട്ടെന്ന് പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഷീനൊക്കെ മാറി അവരും വണ്ടി എടുത്തിട്ടുണ്ട് പുതിയത്. അതുകൊണ്ട് നേരെ ലെസ്റ്ററിലേക്ക് വരികയാണ്. ഇന്നലെ നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ ജിംഗിൾ മിംഗിളിൻ്റെ. ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഇൻഫ്ലുവൻസേഴ്സിനെ ഒക്കെ കാണാൻ പറ്റി. അപ്പം അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതും ടിഫിൻ ബോക്സ് നല്ല അടിപൊളി ഷെഫ് ജോമോൻ്റെ സദ്യ, ക്രിസ്മസ് സദ്യയും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇന്നലെ ഫ്ലാറ്റ് ഔട്ടായി ഉറങ്ങിപ്പോയത്. അപ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ കത്തിയടിക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. പിള്ളേർക്ക് നല്ല വിശപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഉസ്താദ് ഹോട്ടലിലേക്ക് പോവാം. ഇവിടെ നടന്നതൊരു മാജിക്കൽ സർപ്രൈസ് തന്നെയായിരുന്നു. ഉസ്താദ് ഹോട്ടലിൽ
ഞങ്ങളോട് ലഞ്ചിന് വരണം എന്നാണ് നമ്മുടെ ജോബിനും റേസും പറഞ്ഞത്. ഞാൻ ഓൾറെഡി നമ്മുടെ ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാമല്ലോ എന്ന് കരുതി. റേച്ചാൻ ഓൾറെഡി ജോലി ആയതുകൊണ്ട് സെലിബ്രേഷനൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. ഇവിടേക്ക് വന്നപ്പോഴാണ് ഉസ്താദ് ഹോട്ടലിലെ ആരുമില്ല, അത് ക്ലോസ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരുപാട് സർപ്രൈസ് ആയിട്ടുള്ള പ്രോഗ്രാമുകളായിരുന്നു. ഞങ്ങൾ തന്നെ എന്താ പറയുക, ഇത്രയും ഗ്രാൻഡ് ആയിരുന്നോ എന്ന് തന്നെ ചിന്തിച്ചു. റേച്ചാൻ ശരിക്കും മിസ് ചെയ്ത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഫുഡാണെങ്കിലും ഉസ്താദ് ഹോട്ടലിൽ അടിപൊളിയായിരുന്നു. ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും നമ്മുടെ മലപ്പുറം സ്റ്റൈല് തന്നെ. അങ്ങനെ ഇവരുടെ പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടി കേട്ടോ. ഇവിടെ എന്തൊക്കെയോ കേക്ക് കട്ടിങ് മാത്രമൊന്നും അല്ലായിരുന്നു, ഗിഫ്റ്റ് ആണെങ്കിലും അത് ഭയങ്കര രസമായിട്ടാണ് അവരത് അറേഞ്ച് ചെയ്തത്. പിന്നെ ഫൈനലി എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് അത് നിങ്ങൾക്ക് തന്നെ ഇനി നേരിട്ട് തന്നെ കാണാൻ പറ്റും. പ്രസൻ ചേച്ചിയും ഫാമിലി എല്ലാവരും നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവൻ റേസ് ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വന്നത്. ബ്രൈറ്റും ഫാമിലി ഉണ്ടായിരുന്നു. സനക്കുട്ടിനും ട്വിങ്കിളിന് വരാൻ പറ്റിയില്ല. പിന്നെ റിനിൽ ഉണ്ടായിരുന്നു, നീലും ഉണ്ടായിരുന്നു. ഞാൻ ലസ്റ്ററിൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ളവരെല്ലാവരും കൂടെ ചേർന്നിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ളവരും കൂടെ ചേർന്ന് ഒരു ലഞ്ചാണ് പ്ലാൻ ചെയ്തത്. അത് ജോബിനും റേസും ഗോ പ്രൊഡക്ഷനും ചേർന്ന് അത് ഗ്രാൻഡാക്കി ഈ ഒരു വലിയ പെട്ടിയിൽ ചെറിയൊരു സംഭവമായിരുന്നു വെച്ചത്. പക്ഷെ അത് വെച്ച രീതിയും കാര്യങ്ങളൊക്കെ ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ടാണ് ഗോ പ്രൊഡക്ഷൻ ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബർത്ത്ഡേയും അതുപോലെ ആനിവേഴ്സറി എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ഗോ പ്രൊഡക്ഷനെ കോൺടാക്ട് ചെയ്യുക. ശരിക്കും വേർത്തിട്ടാണ്. അവർ നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്യും. അങ്ങനെ ഇത് എൻ്റെ കൈ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ചു. അതിനുശേഷം ഞങ്ങളുടെ ഗിഫ്റ്റ് എല്ലാം ഓപ്പൺ ചെയ്തു. ഓരോ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ നേരത്തും ഓരോ സർപ്രൈസുകളായിരുന്നു അതിനകത്ത്. അതിനുശേഷം കേക്ക് കട്ടിങ്ങും ചെയ്തു. ഫൈനലി ഇവരുടെ ഗിഫ്റ്റാണ് ഞങ്ങളെ ശരിക്കും ഇമോഷണൽ ആക്കിയത്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഞാൻ വീട്ടിൽ വെക്കണമെന്ന്. പക്ഷെ എങ്ങനെ ചെയ്യാൻ പറ്റും, നാട്ടിൽ ചെയ്യുന്നതിന് ശേഷം ചെയ്യാമെന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആനിവേഴ്സറി ഞങ്ങളെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. ആ ഗിഫ്റ്റ് കിട്ടിയതോടുകൂടി എനിക്ക് എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞങ്ങളെല്ലാവരെയും കരയിപ്പിച്ച് കളഞ്ഞു, അങ്ങനെ വേണം പറയാൻ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് മോനിക്കുട്ടനെയും ലെവിക്കുട്ടനെയും കൂടെയുള്ളൊരു ഫോട്ടോ ഫ്രെയിം ചെയ്യണമെന്ന്. അത് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അവിടെയുള്ള എല്ലാവരും കരഞ്ഞു കേട്ടോ. അക്കയും സനക്കുട്ടനും മോനിക്കുട്ടനായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാവരും. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്തെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. സോ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ഗോ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ റൈറ്റ് ആൻഡ് ഫാമിലി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഞങ്ങളെ എൻ്റർടൈൻ ചെയ്യിച്ചു. പെട്ടെന്നാണെങ്കിലും പ്രസൻറ്റ് ചേച്ചി സാബുച്ചാനും സനത്തിനും റിനിലിനും സനക്കുട്ടിനും നീലനും ഒക്കെ എത്താൻ പറ്റി. എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഈ വെഡിങ് ആനിവേഴ്സറി ശരിക്കും കളർഫുള്ളാക്കി. മോനിക്കുട്ടൻ്റെയും ലെവിക്കുട്ടൻ്റെയും ആ ഫോട്ടോ സ്കെച്ച് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ ഗോ പ്രൊഡക്ഷൻ അത് ഫ്രെയിം ചെയ്തുകൊണ്ട് വന്ന് തന്നിട്ടുള്ള മനസ്സിനാണ് ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത്. ഞാൻ ആഗ്രഹിച്ച ഒരു ഫ്രെയിമായിരുന്നു അത്. ഒരുപാട് സന്തോഷം. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് അവിടെ വന്നവർക്കും ഈ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സോ ഇതിൻ്റെ ഒരു കുട്ടി വീഡിയോ ഗോ പ്രൊഡക്ഷൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നതും. സോ വൺസ് അഗെയിൻ താങ്ക് യു ഈച്ച് ആൻഡ് എവരി വൺ. ഗോഡ് ബ്ലെസ്. ഹേ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ തിരിച്ച് അക്കയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോ കിട്ടത്തില്ല. ഭയങ്കര ഒരു ഇമോഷണൽ ഫീലായിരുന്നു എനിക്കും അച്ചായിക്കും തന്നിട്ടുള്ള വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. ഒന്നും പറയാനില്ല. എന്താ പറയുക, എൻ്റെ മോനിക്കുട്ടൻ്റെയും ലെവിക്കുട്ടൻ്റെയും ആ ഫോട്ടോ അവർ വളരെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്യാപ്ചർ ചെയ്തിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത് ഡ്രോ ചെയ്ത് ഞങ്ങളുടെ കയ്യിലെത്തിച്ചു പെർഫെക്റ്റായിട്ട്. താങ്ക് യു സോ മച്ച് ഗോ പ്രൊഡക്ഷൻസ്. നല്ല അടിപൊളിയായിട്ടാണ് ആ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തത്. ആൻഡ് എ ബിഗ് സർപ്രൈസ്. ഞാൻ കരുതിയത് എൻ്റെ അച്ചുവിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കുന്നത്. അച്ഛൻ്റെ വകയുള്ള ഗിഫ്റ്റ് എനിക്ക് വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ചു പോലും അറിഞ്ഞില്ല. അവരാ കോർഡിനേറ്റ് ചെയ്ത രീതി ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഉസ്താദ് ഹോട്ടൽ. നല്ല പെർഫെക്റ്റ് ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ അതേ മലപ്പുറം സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ശരിക്കും റേച്ചാനെ മിസ് ചെയ്തു. ബട്ട് എനിവേ റേച്ചാനെ ബിരിയാണി പാർസലായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. വന്നിട്ടുള്ള പ്രസൻറ്റ് ചേച്ചി ആണെങ്കിലും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയത്. റേസും പിന്നെ സനത്ത് റിനിൽ സനക്കുട്ടൻ പിന്നെ ഒക്കെ ആണെങ്കിലും കാല് വയ്യാതെ താഴെ ഇറങ്ങി ഞങ്ങളുടെ കൂടെ എല്ലാ ഇതിനും അറ്റൻഡ് ചെയ്തു. സോ ബിഗ് താങ്ക്സ് ടു ബ്രൈറ്റ് ആൻഡ് ലെഞ്ചു പിള്ളേർ എല്ലാവർക്കും ഒരുപാട് നന്ദി. റേസ് ആൻഡ് ജോബിൻ
യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു സോ മച്ച് ഗോ പ്രൊഡക്ഷൻസ്. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. ജസ്റ്റ് ചേച്ചി നമുക്കൊരു ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ ഇത്രയും വലിയൊരു ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിരിക്കും ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറി. ഞാൻ അറിഞ്ഞില്ല അച്ഛൻ്റെ വക ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും എനിക്ക് കിട്ടുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് സർവോസ്കിയുടെ ഒരു റിങ്ങിൻ്റെ സെറ്റായിരുന്നു. കൂടാതെ ഇങ്ങനത്തെ ഒരു മോതിരം എൻ്റെ മക്ഡൊണാൾഡ്സിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കവറിൻ്റെ അകത്ത് അത് മിസ്സായിപ്പോയി. ഗോൾഡിൻ്റെ ഞാൻ ചെറിയ വിരലിലായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. സോ അപ്പോൾ ഇതും ഒരു സർപ്രൈസായിട്ട് ഡാഡിയുടെയും മമ്മിയുടെ അടുത്ത് അച്ഛൻ പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്താണ്. എനിക്ക് ഇഷ്ടമുള്ള കളറാണ് ഗ്രീൻ. മമ്മീടെയും ഡാഡിയുടെയും വെഡിങ് ആനിവേഴ്സറിയും ഗിഫ്റ്റാണ് ഇത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും വെഡിങ് റിങ് 2 പ്രാവശ്യമാണ് മിസ് ചെയ്തത്. ആദ്യത്തെ പ്രാവശ്യം നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങളുടെ റിങ് മിസ് ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ നിന്ന് മിസ് ചെയ്തു ഇവിടെ കള്ളം കയറിയപ്പം. താങ്ക് യു സോ മച്ച് ഈച്ച് ആൻഡ് എവ്രി വൺ. നിങ്ങളുടെ പ്രേയേഴ്സ്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആണ് ഞങ്ങളെ ഇത്രയധികം എന്താ പറയുക അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു, കളർഫുൾ ആയിരുന്നു. നിങ്ങളും അത് ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഗ്രാൻഡ് പ്രോഗ്രാം ആയിരുന്നു ഗോ പ്രൊഡക്ഷൻ ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത്. താങ്ക് യു സോ മച്ച് ഗോ പ്രൊഡക്ഷൻ. ഞങ്ങളുടെ ഈ ഒരു 10th വെഡിങ് ആനിവേഴ്സറി ഏറ്റവും ബ്ലെസ്ഡ് ആക്കിയതിൽ, അതും ഫാമിലിയോട് കൂടെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഞങ്ങൾക്ക് ചുറ്റിനും ഉണ്ടായിരുന്നു. പിന്നെ നീലുവിനും ബിഗ് താങ്ക്സ്. നീലുവിനെ ഞാൻ പെട്ടെന്ന് വിളിക്കുമായിരുന്നു, എല്ലാവരും പെട്ടെന്ന് വിളിക്കുമായിരുന്നു. മിനിങ്ങാന്നാണ് അവർ വിളിച്ച് ചോദിച്ചത് തന്നെ. എന്നാലും പനിയുടെയും ജലദോഷത്തിൻ്റെ ഇടയ്ക്കൊക്കെ എല്ലാം എനിക്ക് നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റി. പുതിയ അനൗൺസ്മെൻറ്റും നിങ്ങൾക്കായിട്ട് 2025 വരുന്നുണ്ട്. ഗസ് ചെയ്തിട്ട് പറയാൻ പറ്റുമെങ്കിലും ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ്, അതായത് 2025 എപ്പിസോഡ് ഒരു ബിഗ് അനൗൺസ്മെന്റ് എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.